2016 നവംബർ 28 വൈകുന്നേരം 6:20 ദിലീപ് ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ പ്രവചിച്ച ആളാണ് തോക്കുസ്വാമി എന്നറിയപ്പെടുന്ന സ്വാമി ഹിമവൽ ഭദ്രാനന്ദ. ആ ഹിമവൽ ഭദ്രാനന്ദ ഇപ്പോൾ പറയുന്നത് ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളാണ്. 1.5 കോടി രൂപയുടെ കൊട്ടേഷൻ എടുക്കാനുള്ള കെൽപ്പൊന്നും പൾസർ സുനിക്കില്ല എന്നാണ് മംഗളം ടിവിയുടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സ്വാമി പറഞ്ഞത്. ഒരു വീട് വെക്കാൻ കോൺട്രാക്ട് എടുത്ത് ബംഗാളികൾ ചെയ്യുന്നത് പോലെയുള്ള പണി മാത്രമാണിത്. എന്നാൽ ആരാണ് ഇതിന്റെ എഞ്ചിനീയറിംഗ് വർക്ക് നടത്തിയതെന്ന് പോലീസ് അന്വേഷിച്ചില്ല എന്നാണ് സ്വാമിയുടെ ആരോപണം. ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ വേറെയുമുണ്ട്. സംഭവം നടക്കുന്നതിന്റെ തലേന്ന് പൾസർ സുനിയുടെ ഗ്യാങ് കാക്കനാട്ടെ ഒരു ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നു സ്വാമി പറയുന്നത്. അവിടെ വെച്ച് ഗൂഢാലോചന നടന്നുവെന്നും പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഗൂഢാലോചനയെ കുറിച്ച് താങ്കൾക്ക് വ്യക്തമായി അറിയാമോ എന്ന് അവതാരകൻ ചോദിക്കുന്നുണ്ട്. താൻ വ്യക്തതയുള്ള കാര്യങ്ങൾ പറയുന്നത് കൊണ്ടാണ് അതെല്ലാം വിവാദമാകുന്നത് എന്നായിരുന്നു ഹിമവൽ ഭദ്രാനന്ദയുടെ മറുപടി. ഗൂഢാലോചന നടന്ന ഫ്ളാറ്റിന്റെ ഉടമ പറഞ്ഞ ചില കാര്യങ്ങളും ഇദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്. സുഹൃത്തുക്കളുടെ ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതകൾ താൻ തീർത്തോളാം എന്നായിരുന്നു അത്ര വാഗ്ദാനം. തനിക്കൊരു ഡിക്റ്റേറ്റീവ് മീഡിയ ഉണ്ടെന്നും അതുകൊണ്ട് തന്റെ ചിന്തകൾ എപ്പോഴും അങ്ങനെ പോകൂ എന്നും സ്വാമി പറയുന്നുണ്ട്. ഇവിടുത്തെ അന്വേഷണ സംഘങ്ങളെ പോലെ വിവരങ്ങൾ തനിക്ക് കിട്ടുന്നുണ്ടെന്നും സ്വാമി പറയുന്നുണ്ട്. ദിലീപ് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുമോ എന്ന് തനിക്കറിയില്ല. താനും പൾസർ സുനിയും ഒരുമിച്ച് കാക്കനാട് ജയിലിൽ ഉണ്ടായിരുന്നുവെന്നും സ്വാമി പറയുന്നുണ്ട്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ ആയിരുന്നു സ്വാമിക്ക് അന്ന് ജയിലിൽ കിടക്കേണ്ടി വന്നത്. അവിടെ വെച്ച് പൾസർ സുനിയെയും വിഷ്ണുവിനെയും വിപിൻലാലിനെയും താൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പൾസർ സുനി അല്ലാതെ മറ്റൊരു സൂത്രധാരൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഹിമവൽ ഭദ്രാനന്ദ പറഞ്ഞു വെക്കുന്നത്. ആ ആളെക്കുറിച്ച് ചില സൂചനകളും നൽകുന്നുണ്ട് സ്വാമി. ഭയം കൊണ്ട് തന്നെയാണ് ആ പേര് വെളിപ്പെടുത്താത്തത് എന്നാണ് ഹിമവൽ ഭദ്രാനന്ദ പറയുന്നത്. ന്യൂസ് ഡെസ്ക് വീഡിയോ സ്റ്റോറി.